അസിസ്റ്റന്റ് സെയിൽസ്മാൻ 2021 PYQ ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോട് അനുബന്ധിച്ച് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട മുഗൾ വംശജൻ ആരായിരുന്നു? ആൻസർ എന്ന് പറയുന്നത് ബഹദൂർ ഷാ രണ്ടാമനാണ് ആൻസർ. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട മുഗൾ വംശജനാണ് ബഹദൂർ ഷാ രണ്ടാമൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സാമ്പത്തിക ചോർച്ച സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച് ഇന്ത്യക്കാരൻ ആരായിരുന്നു? ആൻസർ എന്ന് പറയുന്നത് ദാദാഭായ് നവറോജിയാണ്. സാമ്പത്തിക ചോർച്ച സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ദാദാഭായ് നവറോജി. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് ചേർന്ന ഭരണഘടനാ കൺവെൻഷന് നേതൃത്വം നൽകിയത് ആര്? ആൻസർ എന്ന് പറയുന്നത് ജെയിംസ് മാഡിസൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, രക്തരൂഷിതമായ ഞായറാഴ്ച ഏത് രാജ്യത്തെ സമരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ എന്ന് പറയുന്നത് റഷ്യയാണ്. രക്തരൂഷിതമായ ഞായറാഴ്ച എന്ന് പറയുന്നത് റഷ്യയിലാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, 2021 ടോക്കിയോ ഒളിമ്പിക്സ് ഇന്ത്യക്ക് വേണ്ടി അത്ലറ്റിക് ആദ്യം സ്വർണം നേടിയ നീരജ് ചോപ്ര ഏത് സംസ്ഥാനക്കാരനാണ്? ഹരിയാനക്കാരനാണ്. ഭൗമഘടനയെ മോഹോവിച്ചിനെയെ സംബന്ധിച്ച് ഇവിടെ നൽകിയിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഏത്? ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന 1ഉം 2ഉമാണ്. ഭൂമിയുടെ പുറംപാളിയായ ഭൂവൽക്കത്തെ മാൻഡിൽ നിന്ന് വേർതിരിക്കുന്നു. സെക്കൻഡ്, മോഹോവിച്ചിനെയെ തുടങ്ങി 2900 കിലോമീറ്റർ ആഴം വരെ മാൻഡിൽ വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ഭൗമഘടനയെ മോഹോവിച്ചിനെയെ സംബന്ധിച്ച് ചുവടെ നൽകിയിട്ടുള്ള ശരിയായ പ്രസ്താവന എന്ന് വെച്ചാൽ ഭൂമിയുടെ പുറംപാളിയായ ഭൂവൽക്കത്തെ മാൻഡിൽ നിന്ന് വേർതിരിക്കുന്നു. മോഹോവിച്ചിനെയെ തുടങ്ങി 2900 കിലോമീറ്റർ ആഴം വരെ മാൻഡിൽ വ്യാപിച്ചിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിട്ടുള്ളവ ഏത് നദിയാണ് വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് ലഡാക്ക്, സസ്കർ എന്നീ മലനിരകളിലൂടെ ഒഴുകുന്നത്? ആൻസർ എന്ന് പറയുന്നത് സിന്ധു ആണ്. അപ്പോൾ ചുവടെ നൽകിയിട്ടുള്ള ഏത് നദിയാണ് വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് ലഡാക്ക്, സസ്കർ എന്നീ മലനിരകളിലൂടെ ഒഴുകുന്നത്? സിന്ധു. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവനന്തപുരത്ത് ഭൗമ ഉപരിതലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു തെർമോമീറ്ററിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അന്തരീക്ഷ ഊഷ്മാവ് 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തുന്നുവെങ്കിൽ ക്രമമായ താപനഷ്ട നിരക്ക് അനുസരിച്ച് നേരെ 165 മീറ്റർ ഉയരത്തിൽ അന്തരീക്ഷ ഊഷ്മാവ് എത്രയായിരിക്കും? ആൻസർ എന്ന് പറയുന്നത് 24 ഡിഗ്രി സെൽഷ്യസ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ അച്ചൻകോവിൽ ഏത് ജൈവമണ്ഡല സംരക്ഷിത മേഖലയെ ഉൾപ്പെടുന്നു? ആൻസർ എന്ന് പറയുന്നത് അഗസ്ത്യമലയിലാണ്. ക്വസ്റ്റ്യൻ 10, ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി പദ്ധതി നടപ്പിലാക്കുന്നതിന് NTPC-യുമായി കരാർ ഒപ്പിട്ട സംസ്ഥാനം എന്ന് പറയുന്നത്? ആൻസർ എന്ന് പറയുന്നത് ലഡാക്കാണ്. ആൻസർ ലഡാക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതല്ല? ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ബി ആണ്. അതായത് 1ഉം 3ഉം ശരിയാണ്. ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിതമായത് 1950-ലാണ്. പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഹരിത വിപ്ലവം, അതായത് ചേരുംപടി ചേർക്കാനാണ്. ഹരിത വിപ്ലവം എന്ന് പറയുന്നത് എന്താണ്? ഹരിത വിപ്ലവം 3ആണ്. ഭക്ഷ്യ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ധവള വിപ്ലവം എന്ന് പറയുന്നത് പാൽ ഉൽപ്പാദനമാണ്. നീല വിപ്ലവം എന്ന് പറയുന്നത് മത്സ്യ ഉൽപാദനമാണ്. സുവർണ വിപ്ലവം എന്ന് പറയുന്നത് പഴം പച്ചക്കറി ഉൽപാദനമാണ്. 2011 സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് സ്ത്രീ പുരുഷ അനുപാതത്തിൽ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളെ ക്രമപ്പെടുത്തുക. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് സി ആണ് ആൻസർ. അതായത് 2011 സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് സ്ത്രീ പുരുഷ അനുപാതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ക്രമപ്പെടുത്തുന്നത് ആദ്യം വരുന്നതെന്ന് വെച്ചാൽ കേരളമാണ്. രണ്ടാമത് പുതുച്ചേരി വരും. മൂന്നാമത് വരുന്നതെന്ന് വെച്ചാൽ തമിഴ്നാട്. അടുത്ത വരുന്നതെന്ന് വെച്ചാൽ ആന്ധ്രാപ്രദേശ്. ഏറ്റവും അവസാനം ഛത്തീസ്ഗഡാണ്. അടുത്ത റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആ സമയത്ത് ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. താഴെ പറയുന്ന ഇന്ത്യ പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ലക്ഷ്യങ്ങൾ ഏതാ? ഇവയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് എ ആണ് ആൻസർ. 1ഉം 2ഉം 3ഉം ശരിയാണ്. സാമ്പത്തിക വളർച്ച, സ്വാശ്രയത്വം, ആധുനികവൽക്കരണം. അടുത്ത ക്വസ്റ്റ്യൻ, ജനാധിപത്യേതര ഗവൺമെൻറ് ജനാധിപത്യേതര ഗവൺമെൻറ് എന്നാൽ എന്താ? 2ഉം 4ഉമാണ് ശരി. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണമാണ് ഭരണാധികാര നിയമത്തിന് അതീതമായി പ്രവർത്തിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനയാണ് ശരിയായത് കണ്ടെത്തുക. ഇവിടെ ശരിയായിട്ടുള്ളതെന്ന് വെച്ചാൽ 1ഉം 2ഉമാണ് ശരി. ഇന്ത്യയെ നിയമനിർമ്മാണ വിഭാഗം എന്ന രാഷ്ട്രപതി, രാജ്യസഭ, ലോക്സഭ എന്നിവ ഉൾപ്പെടുന്നു. അടുത്തതെന്ന് വെച്ചാൽ ഇന്ത്യയെ കാര്യനിർവഹണ വിഭാഗം എന്ന രാഷ്ട്രപതിയുണ്ട്, ഉപരാഷ്ട്രപതിയുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, മന്ത്രിസഭയുണ്ട്, ഉദ്യോഗസ്ഥ വൃന്ദം എന്നിവ ഉൾപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യന്, ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ നിർബന്ധമായും പാലിക്കേണ്ട ഘട്ടങ്ങൾ ക്രമപ്പെടുത്തുക. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ് ആൻസർ. അതായത് 3, 4, 1, 2. 3 എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, അടുത്ത നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന,
നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ ആണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ്.